ദ സ്പൈസി ടേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇതാണ് ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് ഗസ്റ്റ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണിത്. നമുക്കൊരു ഡെസേർട്ടൊക്കെ ആയിട്ട് ലഞ്ചിൻ്റെയോ ഡിന്നറിൻ്റെയൊക്കെ കഴിഞ്ഞിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിപ്പോൾ 1/4 കപ്പ് പാലുണ്ട്. അതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് 1/4 കപ്പ് സാധാരണ പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അതിനുശേഷം പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളുടെ കസ്റ്റാർഡിൻ്റെ മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഇളകിയതായി ഒരു പാകത്തിലാവുമ്പോൾ ഇത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കട്ടയാവണ്ട. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രെഡ് അതിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് 2 സൈഡും നമുക്കൊന്ന് മുരിയിച്ചെടുക്കണം. ഒരുപാട് ഹാർഡായി പോവണ്ട. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് വരെ നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇനി അടുത്ത ബ്രെഡ് കൂടെ അങ്ങനെ ചെയ്യാം. നെയ്യിൽ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നെയ്യ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ ബ്രെഡും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനീ പറഞ്ഞ കസ്റ്റാർഡിൻ്റെ മിക്സ്ചർ ഏകദേശം 4 ബ്രെഡ് കോട്ട് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ പകുതി കസ്റ്റാർഡ് മിക്സ്ചറെ ഇപ്പോൾ ഈ 2 ബ്രെഡിലേക്കായിട്ട് ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ബ്രെഡ് 4 കഷ്ണമായിട്ടൊന്ന് മുറിച്ച് വെക്കാം. അപ്പോൾ കഴിക്കാൻ അതായിരിക്കും എളുപ്പം. എന്നിട്ട് നമ്മളുടെ കസ്റ്റാർഡ് മിക്സ്ചർ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഒരു ഇളം ചൂടോടെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളുടെ ബ്രെഡൊക്കെ ഒന്ന് ശരിക്കും പ്ലേസ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഇത് ബ്രെഡാണെന്ന് ആർക്കും മനസ്സിലാവില്ല കഴിക്കുമ്പോൾ. ഞാൻ കുറച്ച് പിസ്ത ബദാം വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ചെറി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ഒരു ഫ്ലേവറിലൂടെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ബാക്കി വന്ന കസ്റ്റാർഡാണ്, കുറച്ചിരുന്നപ്പോൾ കട്ടിയായിപ്പോയി. അതിലേക്ക് ഒരു 3 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ടൈഗറിൻ്റെ സ്ട്രോബെറി ഫ്ലേവറാണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ 2 ബ്രെഡ് നെയ്യിൽ സോർട്ട് ചെയ്ത് വെച്ചതാണിത്. അതൊന്ന് നമ്മളുടെ സെർവിങ് പ്ലേറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഈ കസ്റ്റാർഡ് മിക്സ്ചർ അതിൻ്റെ മുകളിൽ ഒഴിക്കാം. ഇതിപ്പോൾ ഒരു സ്ട്രോബെറി ഫ്ലേവറുള്ള കസ്റ്റാർഡ് മിക്സ്ചറാണ്. അതൊന്ന് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇത് ഇത്തിരി കട്ടിയായി പോയിട്ടുണ്ട്, അതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബദാം വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് റോസ് പെറ്റൽസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് വാനില കസ്റ്റാർഡിനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.